ഇന്ന് ഗോൾ അടിച്ച ഈ രണ്ട് താരങ്ങള് നമ്മുടെ മുന്നിലേക്ക് വരണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാക്കുന്നത് അവർ രണ്ടുപേരും. എനിക്ക് അടുത്ത് വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, അവിടെ മത്തേസ് കുഞ്ഞുണ്ട്. ഓക്കെ, ഹരി ആദ്യം കുഞ്ഞിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും. കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കാണാത്തതൊക്കെ കുഞ്ഞ് ഈ മത്സരത്തിൽ കാണിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ തന്നെ ആ പ്ലേയിങ് 11 പറയുമ്പോൾ പറഞ്ഞിരുന്നു കുഞ്ഞെ വന്നു കഴിഞ്ഞാൽ ആ ഫൈനൽ തേർഡിൽ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് കളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അദ്ദേഹം വിത്ത് ബോൾ അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അതിന്ന് നമ്മൾ കണ്ടു. വിനീഷ്യസുമായിട്ട് നേരത്തെ ജിൽസി പറഞ്ഞ പോലെ ഒരു അടിപൊളി കോംബോ, ഒരു ഡെഡ്ലി കോംബോ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫോം ഇവർ രണ്ടുപേരും തുടർന്ന് കഴിഞ്ഞാൽ അത് ബ്രസീലിന് വലിയ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്ത് അതെ സല്യൂട്ട്. എനിക്ക് തൊട്ട് മുന്നിൽ ഇവിടെ വിനീഷ്യസ് ജൂനിയറിനെ കാണാം. അദ്ദേഹത്തിന്റെ ആ നിൽപ്പിന് കൊടുക്കണം മാർക്ക്. നോക്കൂ, ആധികാരികമായിട്ട് ഒരു രാജാവിനെ പോലെ വിനീഷ്യസ് ജൂനിയർ നിൽക്കുന്ന ഈ നിൽപ്പ് കണ്ടില്ലേ, അതിന് കൊടുക്കണം മാർക്ക്. വിനീഷ്യസ്, നിങ്ങൾ ഇന്ന് കളിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചു വരവിന് ഞങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയാണ്, പ്രതീക്ഷയാണ്. ആദ്യ മത്സരത്തിലും ഗോൾ അടിച്ചു. വിനീഷ്യസ് ആയിരുന്നു. അപ്പൊ ഒരു ഗോൾ കൂടി അടിച്ചാൽ മെസ്സിക്കൊപ്പം എത്തും. അദ്ദേഹത്തിന്റെ ഗംഭീര ഫോം എന്തായാലും ബ്രസീലിന് വലിയ പ്രതീക്ഷയാണ്. ഒരു പക്ഷേ വിനീഷ്യസ് നെയ്മർ കോംബോ കൂടെ വന്നാൽ എന്തായിരിക്കും? പക്ക സൂപ്പർ ആയിരിക്കും. അതിനപ്പുറത്തെ വിനീഷ്യസ് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ ഈ വിനീഷ്യസിന്റെ ഡ്രിബ്ലിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് ഗംഭീരം കേട്ടോ. ഒരു ഗോൾഡൻ ബൂട്ട് ചർച്ചകളിലൊക്കെ ഉയർന്നു വരാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഡോൺ കാർലോ നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല. ഇന്നത്തെ ഒരു കാര്യം കൂടെ പറയണം കേട്ടോ, റാഫീനയുടെ പരിക്ക് വലിയ ആശങ്കയാണ്. അത് റാഫീന എന്ന് പറയുന്നത് ബ്രസീലിന്റെ ഒരു ആംസ്ട്രിങ് ഇഞ്ചുറിയാണ്. കിരീട നേട്ടത്തിലേക്ക് ബ്രസീൽ എത്തുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും നിർണായക പങ്ക് വഹിക്കേണ്ട ഒരു താരമാണ് റാഫീന. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും അദ്ദേഹത്തെ വലിച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹം നിരാശപ്പെടുത്തി. അദ്ദേഹത്തിന് കളിച്ച സമയത്തും അദ്ദേഹത്തിന് നന്നായി കളിക്കാൻ പറ്റിയില്ല. പക്ഷെ അദ്ദേഹം കയറി പോകുന്നത് വലിയ ആശങ്കയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാം പകുതിയിൽ എൻട്രിക്കിനെയും മാർട്ടിനെലിനെയും ഒക്കെ കൊണ്ടുവന്ന് ഒരു പരീക്ഷണങ്ങൾക്കൊക്കെ മുതിർന്നെങ്കിലും അത് സക്സസ് ആയില്ല രണ്ടാം പകുതിയിൽ. പക്ഷേ പ്രതീക്ഷയുണ്ട്, അടുത്ത മത്സരത്തിൽ ഒരു സമനില പോലും മതിയാകും. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത സമനില മതി. എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ നിന്ന് 3 പേരും അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത. ഗോൾ ഡിഫറൻസ് ഒക്കെ നോക്കുമ്പോൾ അത് വലിയ അഡ്വാൻറ്റേജ്